മാമലക്കണ്ടം സ്കൂളിനായി പുതിയ ഹൈടെക് സ്കൂൾ മന്ദിരം ഒരുങ്ങുന്നു. പുതിയ ഹൈടെക് സ്കൂൾ മന്ദിരത്തിന്റെ നിർമ്മാണത്തിനായി ഒന്നാം ഘട്ടമായി 1 കോടി രൂപയാണ് അനുവദിച്ചത്. നിർമ്മാണ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. മാമലക്കണ്ടത്തെ പുതിയ ഹൈടെക് സ്കൂൾ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂളും താനും തമ്മിലുള്ള ബന്ധം ആന്റണി ജോൺ MLA അനുസ്മരിച്ചു. വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇരിക്കുന്ന സമയം മുതൽ സ്കൂളുമായി വലിയ ബന്ധം നിലനിന്നിരുന്നുവെന്നും UDF ഭരണകാലത്ത് കോതമംഗലത്ത് ഈ സ്കൂളിലെ അധ്യാപകരെ വിഷയത്തിലും യദുകൃഷ്ണൻ, സന്ധ്യ എന്നിവരുടെ സമരത്തിലും അവർക്കൊപ്പം നിലകൊണ്ടുവെന്നും ആന്റണി ജോൺ പറഞ്ഞു. MLA ആയി തിരഞ്ഞെടുത്ത ശേഷം 2016 സ്കൂളിന്റെ ചുറ്റുമതിൽ സ്മാർട്ട് ക്ലാസ് റൂമാക്കുന്നതിന് വേണ്ട ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ നൽകാൻ വേണ്ടി ഇടപെട്ടുവെന്നും ഭാവിയിൽ മാമലക്കണ്ടത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്നതിനുള്ള തുടക്കമാണ് ഇപ്പോഴുണ്ടാകുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MLA ആന്റണി ജോൺ കൂട്ടിച്ചേർത്തു. ഞാൻ അത് സൂചിപ്പിച്ചു. വിദ്യാർത്ഥി സംഘടനാ രംഗത്തു നിന്നുമാണ് ഞാൻ ഈ MLA എന്നുള്ള നിലയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോതമംഗലത്തെ MLA ആയി പ്രവർത്തിക്കാൻ ജനങ്ങൾ അവസരം നൽകിയപ്പോൾ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുഖ്യ പരിഗണന കൊടുക്കണമെന്നുള്ളതാണ്. അങ്ങനെയാണ് കൈറ്റ് വിദ്യാഭ്യാസ പദ്ധതി കോതമംഗലത്ത് രൂപപ്പെടുന്നത്. പിന്നീട് കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതി, പ്രീ സ്കൂളുകൾ ഉൾപ്പെടെ ഹൈടെക്കായി മാറുന്ന നിലയിൽ ആ കൈറ്റ് വിദ്യാഭ്യാസ പദ്ധതി മാറുകയുണ്ടായി. അതോടൊപ്പം തന്നെയാണ് ഇന്ന് 10 വർഷക്കാലത്തിന് ഇപ്പോഴത്തെ 10 വർഷക്കാലം എത്തി നിൽക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഏതാണ്ട് 27ഓളം വരുന്ന സ്കൂൾ മന്ദിരങ്ങളാണ് 5 കോടിയും 3 കോടിയും 1.5 കോടിയും 1 കോടിയും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ പൂർത്തിയാക്കാൻ പോകുന്നത്. ഇവിടെ കഴിഞ്ഞ ബഡ്ജറ്റിലാണ് 11 സ്കൂളുകൾക്കാണ്. ഇവിടെ മാമലക്കണ്ടം സ്കൂൾ മുതൽ മണ്ഡലത്തിന്റെ വിവിധ പഞ്ചായത്ത് മുനിസിപ്പൽ പ്രദേശങ്ങളിലുള്ള 11 സ്കൂളുകൾക്കാണ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ സംസ്ഥാന ബഡ്ജറ്റിൽ നമ്മുടെ നിർദ്ദേശപ്രകാരം 1 കോടി രൂപ വീതം ഹൈടെക് സ്കൂൾ മന്ദിരങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സൗമ്യ ശശി, വാർഡ് മെമ്പർമാരായ അരുൺ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. KP ഗോപിനാഥ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PN കുഞ്ഞുമോൻ, സ്കൂൾ HM സരിത ടീച്ചർ, PTA പ്രസിഡന്റ് സുജി CS, സ്കൂൾ സംരക്ഷണ സമിതി അംഗങ്ങളായ ശ്രീജ ബിജു, ആരോമൽ MS തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.